ഇതാണ് കണ്ണൂർ തട്ടുകട. ഇതാണ് ക്രിസ്റ്റോ ജോയ്സ്. ഇത് ജോയൽ മോൻ. പിന്നെ ഞാൻ തട്ടുകട വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ചായ, പൊറോട്ട, അതുപോലെ റാബിറ്റ് റോസ്റ്റ്, ഇത് മൂന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ റാബിറ്റ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നത്? നീ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നത്? നമ്മൾ 3 പേര് ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുണ്ട് ടേസ്റ്റിംഗ് ആണ് കഴിച്ചു നോക്കിയിട്ട്. നീ എപ്പോഴും അവൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നത്? അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ടേസ്റ്റിംഗ് ആണല്ലോ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നല്ല പൊറോട്ട, നല്ല ചൂട് പൊറോട്ടയാണ്, മുരിഞ്ഞ ചൂട് പൊറോട്ട, പിന്നെ ചായ, പിന്നെ നമ്മുടെ മെയിൻ സാധനം റാബിറ്റ് റോസ്റ്റ്. ഇതാണ് റാബിറ്റ് റോസ്റ്റ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് കഴിക്കുന്നത്. ടേസ്റ്റിംഗ് ആണല്ലോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ടൈം ഞാൻ റാബിറ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. കാണാൻ നല്ല രസങ്ങളൊക്കെ ഉണ്ട്, ബീഫ് കറി പോലൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പൊ മുയല്, പൊറോട്ട, ചായ, ടേസ്റ്റ് നോക്കാം. ആദ്യം ഇച്ചിരി ചാറ് കൂട്ടി കഴിച്ചു നോക്കാം. നമുക്ക് ശരം പൊറോട്ട ഗ്രേവി നമുക്ക് കഴിച്ചു നോക്കാം. നമുക്ക് ഗ്രേവി നമുക്ക് കഴിച്ചു നോക്കാം. ഗ്രേവി എനിക്ക് ബീഫ് കറിയുടെ ഗ്രേവി പോലെ തോന്നുന്നത്. പീസ് ഒന്ന് കഴിച്ചു നോക്കാം. ഈ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. പീസ് ഒന്ന് കഴിച്ചു നോക്കാം. പീസ് എനിക്ക് ചിക്കനും ബീഫും മിക്സ് ആയ ഒരു ടേസ്റ്റ് ആണ് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചൊരു ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ വെറൈറ്റി ടേസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നില്ല. ബീഫും ചിക്കനും മിക്സ് ആയ ഒരു മീറ്റിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇറച്ചി എന്ന് പറയുന്നത് കട്ടിയുണ്ട് ബീഫിന്റെ കൂട്ട്. ചിക്കന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയ ചിക്കന്റെ ഒരു ടേസ്റ്റ് തോന്നിയത്. പീസ് ചിക്കന്റെ ഒരു ടേസ്റ്റ് പോലെ വരണം. ഗ്രേവിക്ക് ഒരു ബീഫിന്റെ ടേസ്റ്റും പീസിന് ഒരു ചിക്കന്റെ ടേസ്റ്റ് പോലെ തോന്നിയത്. അത്യാവശ്യം കൊള്ളാം, നൈസാ. ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. നല്ല ബീഫല്ല, മുയല്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഈ കോഴിയിറച്ചി കഴിക്കുന്ന, നാടൻ കോഴിയൊക്കെ കഴിക്കുന്ന ഒരു ഫീല്. മുയലിറച്ചി, റാബിറ്റ് റോസ്റ്റ്, ഒരു ഗ്രേവിയിൽ പെരണ്ട് മിക്സായി കുറച്ചു നേരം ഇരുന്ന പൊറോട്ട, വരുന്നില്ല. ഗ്രേവിയിൽ ഇത്ര നേരങ്ങളൊന്നും മിക്സ് ആയ പൊറോട്ടയാ. കഴിക്കുമ്പോ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട കേരളവും തീരാത്തോണ്ട് നമ്മൾ വേറെ 2 ഐറ്റങ്ങൾ പറഞ്ഞു. 2 ഐറ്റം ഒരു ഐറ്റം 2 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ നമ്മൾ കാണിച്ചു തരാം. അത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്, തിരുപ്പൂരൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ള ചിക്കൻ സാധനം. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. പറഞ്ഞത് കാട ഫ്രൈ ആണ്. രണ്ട് കാട ഫ്രൈ ആണ് നമ്മൾ പറഞ്ഞത്. ചൂട് ചൂട് ചൂട്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം. ഈ നല്ല ചൂടാ. ഞാൻ ഒരു പീസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ചൂടാണേ, നല്ല ചൂട്. കഴുത്ത് കഴിച്ചു നോക്കാം. എനിക്കെല്ലാം കഴിച്ചിട്ട് ഒരു ചിക്കൻ ടേസ്റ്റാ തോന്നുന്നത്. നാക്കിന്റെ ആണോന്ന് അറിയത്തില്ല. കഴി ഞാൻ എന്റെ കൂട്ടം കഴിയും. വീണ്ടും എന്റെ ഷർട്ട്. ഞാൻ ഇനിയും പറയും എന്റെ ഷർട്ട്. അവന് മാത്രം ഒരു ഫുള്ള് കോഴി. അങ്ങനെ മനസ്സ് വരുന്നതാ. ഇതപ്പോ ഞാൻ കഴിക്കട്ടെ. കാട കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മുയൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് കാട സെറ്റാ. മുയൽ എനിക്ക് ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ്, ചിക്കൻ കറിയുടെ അല്ല, ഗ്രേവിക്ക് ഒരു ബീഫിന്റെ ടേസ്റ്റ്
ഇറച്ചിക്ക് ഒരു ചിക്കൻ ടേസ്റ്റോ തോന്നി. പിന്നെ ഫുൾ എല്ലായിരുന്നു. കാടോള ഒരു കടങ്ങൾ ദിനം വയ്യ. കാടയായിട്ട് വലിയ വൈരാഗ്യമുണ്ടോ? കാടയായിട്ട് വ്യക്തി വൈരാഗ്യമുണ്ടോ? പക്ഷേ പിന്നെ കാടയായിട്ട് ഒരു വ്യക്തി വൈരാഗ്യമുണ്ടോ? എന്താ അവരോട് ചോദിക്കും. അറിയാവുന്നൊരു കമ്പനിയാണ്. പൊരിക്കുട്ടയെന്ന് കേട്ടിട്ടുണ്ടോ? പൊരിക്കുട്ടയല്ലേ? പൊരിക്കുട്ടയെന്ന് കേട്ടിട്ടുണ്ടോ? കല്യാണം താമസിക്കോ? നിനക്ക് പെണ്ണ് കിട്ടത്തില്ലല്ലേ? തീരുന്നില്ല. ഞാൻ സമാധാനത്തിൽ ഒന്ന് കഴിക്കട്ടെ. കഴിച്ചു പറഞ്ഞ് ഞാൻ കഴിക്കാം. ഒരു ചായ കൂടെ പറയാറുണ്ട്, അത് കുടിച്ചിട്ട് കഴിക്കാം. പുറത്ത് കൈ മൈൻഡ് ചെയ്യാം. പുറത്ത് തിന്നെ അയ്യാ അങ്ങനെ ഉത്തന്ന് തീർക്കട്ടെ. വയ്യ. കുറച്ച് കഴിഞ്ഞ് മതിയോ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വയറ് ഫുള്ളായി പല്ലെല്ലാം വേറെ എടുക്കുന്നു. കാള കൊള്ളാം, കാള സൂപ്പർ. ഞാൻ കഴിച്ചു ചവിട്ടി നോക്കട്ടെ. ചായ കേട്ടുണ്ട്. ഇത് 670 രൂപ കുറഞ്ഞ ബില്ലാണ്. ഫുഡും ഞാനത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ തട്ടുകട തട്ടുകടയുടെ പേര് അങ്കമാലിലാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ചില്ല് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൊറോട്ട നൈസ്, ചൂട് പൊറോട്ട, മുരിഞ്ഞ പൊറോട്ട അടിച്ചത് കിട്ടും. പിന്നെ മുയലിറച്ചി എനിക്ക് അത്ര ഞങ്ങൾക്ക് സെറ്റ് ആയില്ല. ഗ്രേവിക്ക് ഒരു ബീഫിന്റെ ടേസ്റ്റും മുയലിനൊരു ചിക്കന്റെ ടേസ്റ്റും പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചൊരു ടേസ്റ്റ് ഇല്ല. മുയലിറച്ചിക്ക് ഞാൻ പ്രതീക്ഷിച്ച ഒരു പ്രത്യേക ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് കിട്ടുമെന്നാണ്. പക്ഷെ ഇതൊരു ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും കൂടെ മിക്സ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാട അത്യാവശ്യം നൈസായിരുന്നു, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴത്തെ കഴിഞ്ഞ് എത്താൻ കഴിച്ച് വയറും കാര്യങ്ങളൊക്കെ ഫുള്ളായിരുന്നു. എനിക്ക് നല്ലോണം കഴിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഫുഡ് കഴിച്ച് തീർത്ത് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാട തന്നെ മുരിഞ്ഞ കാട ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ കാട കഴിച്ചപ്പോൾ തൊട്ട് ഈ നാക്ക് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. കാടയ്ക്ക് എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ നാക്ക് ചൊറിയുന്നുണ്ടോ? പക്ഷെ മറ്റേ കാട കഴിച്ചു നോക്കിയപ്പോ മറ്റേ ഏതാണ്ട് കാട പിന്നെ പൊതുവേ അല്ല, ഞാൻ എപ്പോഴും കാട കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആക്കി ചൊറിയും കാട കഴിച്ചപ്പോൾ തൊട്ട്, എന്താ അറിയത്തില്ല. കാട അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാട നൈസാണ്. എനിക്ക് മറ്റേ മുയലിറച്ചി അത്യാവശ്യം മുയലാണോ കാടാണോ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ട മുയലാണോ? എനിക്ക് മുയല ഇഷ്ടപ്പെട്ടെ, എനിക്ക് കാളെ ഇഷ്ടപ്പെട്ടെ. രണ്ട് നൈസ് ആയിരിക്കും. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കൂട്ട് നൈസാ, അത്യാവശ്യം ചില്ലടിച്ച് ഫുഡും കാണാനൊക്കെ കഴിക്കാം. അപ്പോ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു റിവ്യൂ എന്നൊക്കെ പറയാം. ഞാൻ ഒരു ഫുഡ് ബ്ലോഗർ അങ്ങനെയൊന്നും അല്ല. ഞാൻ കഴിച്ചതിന്റെ ടേസ്റ്റും കാണാം. അപ്പോൾ ബില്ല് ടോട്ടൽ വന്നത് 600 രൂപ സംതിങ് ആണ്. കാടയ്ക്ക് 100 രൂപ. പൊറോട്ട അതിന്റെ കറക്റ്റ് പ്രൈസ് അറിയത്തില്ല. ടോട്ടൽ പ്രൈസ് 650 എന്ന് പറഞ്ഞാൽ
കാടയ്ക്ക് 100 രൂപ നമ്മൾ ചോദിച്ചായിരുന്നു. അതേപോലെ തന്നെ മുയലിന് വന്നത് 190. മുയലിന് 190, മുയൽ കോഴ്സിന് 190, കാടയ്ക്ക് 100 രൂപയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അങ്കമാലി സൈഡൊക്കെ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. കണ്ണൂർ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കട്ടുകട തന്നെയാണ്. വെറൈറ്റി ടൈപ്പ് ഫുഡും ചാനലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ശരിയാണ്, ടാറ്റാ.